നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എഫ് എ കപ്പിൻ്റെ തേർഡ് റൗണ്ടിൽ ചരിത്രം പിറന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ കണക്കെടുത്താൽ 1909 ശേഷം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എഫ് എ കപ്പിലെ നിലവിലെ ജേതാക്കളായ ക്രിസ്റ്റൽ പാലസ് ടൂർണമെൻറ്റിൽ നിന്ന് ക്രാഷ്ഡ് ഔട്ടായിരിക്കുന്നു. 1-2 അവർ പരാജയപ്പെട്ടത് ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ 6ാം ഡിവിഷനിലെ 6th ടയറിലെ ടീമായിട്ടുള്ള മക്ലസ്ഫീൽഡ് എഫ് സിയോട് തോറ്റുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും ലോവസ്റ്റ് റാങ്ക്ഡ് ടീമാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഏറ്റവും ലോവസ്റ്റ് റാങ്ക്ഡ് ടീമിനോടാണ് അവർ തോറ്റിരിക്കുന്നത്. 1909 ശേഷം ആദ്യമായിട്ടാണ് ജേതാക്കൾ ഒരു നോൺ ലീഗ് സൈഡിനോട് പരാജയപ്പെട്ട് പുറത്താകുന്നത്. അതുപോലെ ഇന്നലെ സിറ്റിയുടെ വിജയം അതൊരു വല്ലാത്ത വിജയമായിരുന്നു. 10-1 വിജയം സിറ്റി സ്വന്തമാക്കുമ്പോൾ ആ വിജയമുണ്ടല്ലോ സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. എഫ് എ കപ്പിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് എക്സ്റ്റർ സിറ്റിക്കെതിരെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ചരിത്രം പിറന്ന ഒരു ദിവസമാണ് എന്ന് പറയാം. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം 10-1 വിജയം എന്ന് പറയുമ്പോൾ അവർക്ക് യുവതാരങ്ങളടക്കം ഗോളടിക്കുകയുണ്ടായി. അലൈൻ ഗോളടിച്ച് തുടങ്ങി, പിന്നെ റോഡ്രിയുടെ ഗോൾ പിറന്നു. അതിനുശേഷം ഡോയൽ ഹൈസ് 42ാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ. അതിനുശേഷം മറ്റൊരു താരം കൂടി, എക്സ്റ്റർ സിറ്റി താരം കൂടി ഓൺ ഗോൾ ആയപ്പോൾ സിറ്റി പിടിമുറുക്കി കഴിഞ്ഞു. രണ്ടാം പകുതിയിൽ ലൂയിസിൻ്റെ ഇരട്ട ഗോളുകൾ, സെബന്യോയുടെ ഗോള്, റൈൻഡേഴ്സിൻ്റെ ഗോള്, ഒറീലിയുടെ ഗോള്, ഒപ്പം മാക്കായിഡോ 86ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു. അത് താരത്തിൻ്റെ പ്രായം 17 വയസ്സാണ്. അവൻ്റെ സീനിയർ ഡെബ്യൂ 11 മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഗോളടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതുകൂടാതെ ഇന്നലത്തെ മത്സരങ്ങളിൽ ചെൽസി 5-1 ചാൾട്ടനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പുതിയ കോച്ചിൻ്റെ കീഴിൽ വിജയത്തുടക്കം, അതും തകർപ്പൻ വിജയത്തുടക്കം തന്നെയാണ് അവർ നേടിയിരിക്കുന്നത്. ഹാറ്റോയാണ് അവരുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. പിന്നീട് അഡ്രാബിയോ, അതുപോലെ പെഡ്രോ നെറ്റോ എന്നിവരൊക്കെ ഗോളടിക്കുന്നു. എസ്റ്റവായോ വില്യൻ്റെ ഒരു കമിയോ ഉണ്ടായിരുന്നു. അതിൽ അവൻ പെനാൽറ്റി വിൻ ചെയ്തു. ആ പെനാൽറ്റി എൻസോ ഫെർണാണ്ടസ് ഗോളാക്കി മാറ്റി. അങ്ങനെ പുതിയ കോച്ചിന് ഒരു വിജയത്തുടക്കം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ടോട്ടനാം വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരമായിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു മത്സരം. അത് 2-1 ആസ്റ്റൺ വില്ല ടോട്ടനമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എമിലിയാനോ ബോണ്ടിയയും റോജേഴ്സുമാണ് ആസ്റ്റൺ വില്ലയുടെ ഗോളുകൾ കണ്ടെത്തിയിരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.